ഇനി നെക്സ്റ്റ് വരുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് പല രീതിയിലുള്ള മീനിങ്സ് ഉണ്ട്. അത് കമ്മ്യൂണിറ്റി എപ്പോഴും റെഫർ ചെയ്യുന്നത് ചില സമയത്ത് റേഷ്യൽ ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ ആകാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിനാണ് എന്താ പറയുക കമ്മ്യൂണിറ്റി എന്ന് പറയാം. ചില സമയത്ത് ഇതിനെ എന്ത് വിളിക്കും, മൊത്തം ഹ്യൂമാനിറ്റീനെ നമ്മൾ ചിലപ്പം കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. കമ്മ്യൂണിറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഓഫ് ഡിഗ്രി ഓഫ് വി ഫീലിംഗ് ആൻഡ് ലിവിങ് ഇൻ എ സ്പെസിഫിക് ഏരിയ. അതായത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു വി ഫീലിംഗ് വേണം. വി ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ, ആ ഒരു വി ഫീലിംഗ് വേണം. അതായത് അവർ ജീവിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ തന്നെ ആയിരിക്കണം. അതായത് ഒരു ലൊക്കാലിറ്റിയിലായിരിക്കണം അവർ ജീവിക്കുന്നത്. അവരെല്ലാവരും ജീവിക്കുന്ന ഒരേ ലൊക്കാലിറ്റി തന്നെ ആയിരിക്കണം. അത് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലമെൻ്റാണ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു ജിയോഗ്രഫിക് ഏരിയനെ റിലേറ്റ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവും. ഒരു ഏരിയയിലായിരിക്കും അവർ എപ്പോഴും ജീവിക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവരെന്തിനാ ഈ ഒരു ഏരിയയിൽ ജീവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടാവും, അപ്പോൾ സേഫ്റ്റി ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് എന്താണ് ഷെയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരേപോലെ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഇനി ഈ ഫിസിക്കൽ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ആ ഒരു ലൊക്കാലിറ്റീൻ്റെ ക്ലൈമറ്റും സോയിലും റിസോഴ്സസും ഒക്കെ എന്തിനു ഇൻഫ്ലുവൻസ് ചെയ്യാം, ഒരു കമ്മ്യൂണിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കടലിൻ്റെ തീരത്തുള്ള ആൾക്കാരാണ് അവിടെ ജീവിച്ച് അവർ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കടലിനായിരിക്കും എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ എലമെൻ്റ് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻ്റ് ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ ഈ കമ്മ്യൂണിറ്റീനെ ഒരു ഫീലിംഗ് ഉണ്ടാകും. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലാണ്, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണെന്നുള്ള കാര്യം ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ഐഡൻറ്റിറ്റി ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് കിട്ടുന്ന അതേ ഐഡൻറ്റിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ആ കമ്മ്യൂണിറ്റിയിലെ ബാക്കിയുള്ള ആൾക്കാർക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു കോമൺ ഇൻട്രസ്റ്റ് വരുന്നതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വി ഫീലിംഗ് ഉണ്ടാവും. വി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റെബിലിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേബിളും അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അല്ല ടെമ്പററി ഗ്രൂപ്പ്സ് പോലെയല്ല, ക്രൗഡ് പോലെയല്ല, ഒരു കൂട്ടം ആൾക്കാരെ പോലെയല്ല. പകരം ഇവരെപ്പോഴും എന്തായിരിക്കും, കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി അതേ തന്നെ നാച്ചുറൽനെസ് ഉണ്ടാവും. അത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ എമർജ് വന്നിട്ടില്ല, നാച്ചുറലി എമർജ് ചെയ്ത് വന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്, ഡെലിബറേറ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിനകത്ത് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സാധനം കിട്ടണമെങ്കിൽ അത് ബൈ ബേർത്ത് ആയിരിക്കണം നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അത് ബൈ ബേർത്ത് ആയിരിക്കും കിട്ടുക, അല്ലാതെ നമുക്ക് പോയിട്ട് അവിടെ ചേരാനൊന്നും പറ്റില്ല. ഇനി കമ്മ്യൂണിറ്റിൻ്റെ സൈസ് നോക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സൈസുകളുണ്ടാവും. സ്മോൾ വില്ലേജസ് ഉണ്ടാവും, ലാർജർ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി വേണമെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കണം ഒരു വലിയൊരു ലാർജ് വണ്ണായിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്കുണ്ടാവും. ഒരു വില്ലേജ് മൊത്തം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനകത്തുള്ളൊരു വില്ലേജ് മൊത്തം എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിലാവാൻ വേണ്ടി ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇനി കുറേ റെഗുലേഷൻസും റിലേഷൻസും ഉണ്ടാവും. അത് ഈ കമ്മ്യൂണിറ്റി എന്ത് ഡെവലപ്പ് ചെയ്യും, കുറേ കസ്റ്റംസും ട്രഡീഷൻസും റൂളൊക്കെ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ആ റൂൾസും കാര്യമുള്ള റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ യൂണിറ്റി ഉണ്ടാകും. ഇനി മോഡേൺ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്, അത് ഇപ്പോഴത്തെ കാലത്ത് നോക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സെൻറ്റിമെൻറ്റ് എന്താണ് കുറഞ്ഞു വരുവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ്. ഒരാൾക്കാർക്ക് ഇന്ന ജോലിയാണ് ഇഷ്ടമെങ്കിൽ വേറെ ആൾക്കാർക്ക് ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇതൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ പോവുകയാണ്. അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എന്ത് ചെയ്യാണ് കുറഞ്ഞു വരുവാണ്. ഇനി സൊസൈറ്റിയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ സ്പെസിഫിക് ഏരിയ വിത്ത് വി ഫീലിംഗ്. ആ ഒരു ഏരിയയിൽ വി എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്നൊരു ഫീലിങ്ങോട് കൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയാം, നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇനി സൊസൈറ്റിക്ക് ഒരു ജിയോഗ്രഫിക് ഏരിയ റിക്വയർമെൻ്റ് ഇല്ല, പക്ഷേ കമ്മ്യൂണിറ്റിക്ക് എന്ത് വേണം, ഒരു ലൊക്കേഷൻ വേണം. സൊസൈറ്റി എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്, പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് കോൺക്രീറ്റ് ആണ്. അതായത് സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും, കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ എന്തില്ല ചേഞ്ചസ് ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ. കമ്മ്യൂണിറ്റിയിലത് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം എസെൻഷ്യലാണ്. പക്ഷേ സൊസൈറ്റിയിൽ സെൻറ്റിമെൻറ്റ് വേണം, ചിലപ്പം ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, വേണം നിർബന്ധമില്ല. ഇനി സൊസൈറ്റി എന്ന് പറയുന്നത് ബ്രോഡർ ആയിട്ടുള്ള ടേമാണ്. അത് മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും, പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്മോളർ ആയിട്ടുള്ളൊരു ടേമാണ്. ഇനി സൊസൈറ്റി എന്ന് പറയുന്നത് വാരീഡ് ആണ്.
അതേപോലെ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാകും. പക്ഷേ കമ്മ്യൂണിറ്റിക്ക് ഒരു നാരോവർ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതേപോലെ തന്നെ മോർ ഫോക്കസ്ഡ് ആയിരിക്കും. ഇനി ഈ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം ലൈക്ക്നെസ്സിലും അതേപോലെ തന്നെ ഡിഫറൻസസിലുണ്ടാകും. പക്ഷേ കമ്മ്യൂണിറ്റി എപ്പോഴും എന്താണ്, ലൈക്ക്നെസ്സിന് അതേപോലെ തന്നെ ഷെയർഡ് ഇൻട്രസ്റ്റിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതായത് സൊസൈറ്റിനകത്ത് ലൈക്ക്നെസ്സും ഡിഫറൻസ് രണ്ടും ഉണ്ടാകും. പക്ഷേ കമ്മ്യൂണിറ്റിനകത്ത് ലൈക്ക്നെസ് അതേപോലെ തന്നെ ഷെയർഡ് ഇൻട്രസ്റ്റുമാണ് ഉണ്ടാവുക.